ഹായ് മച്ചാന്മാരെ, ഒരു മച്ചാൻ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഡിസ്പ്ലേ മാറാൻ വരുന്ന നേരത്ത് ആദ്യത്തെ ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് പുതിയ ഡിസ്പ്ലേ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങ് കൊടുത്തു വിടുകയാണ്. ജസ്റ്റ് ഒന്ന് ഡോട്ട് വെച്ച് ഒട്ടിച്ചിട്ട് കൊടുത്തു വിടുകയാണ്. ഒരു ദിവസം കസ്റ്റമർ യൂസ് ചെയ്യും. പിറ്റേന്ന് നിങ്ങൾ വന്ന് ടെമ്പേർഡ് ഒട്ടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവർ പിറ്റേന്ന് വന്നിട്ട് ടെമ്പേർഡ് ഒട്ടിക്കാൻ വരാൻ നേരത്ത് നമ്മൾ ഡിസ്പ്ലേ ഒന്നും കൂടി ഫുള്ള് ഒട്ടിച്ച് അതിൻ്റെ പുറത്ത് ടെമ്പേർഡ് ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന 2-3 കാര്യങ്ങൾ ഓർത്ത് വെച്ചോളൂ മച്ചാനെ. എപ്പോഴും ഒരു ഡിസ്പ്ലേ നമ്മൾ ഒട്ടിച്ച് ഫുള്ള് ഗമ്മ് ചെയ്ത് അതായത് ഗമ്മ് ചെയ്ത് നമ്മൾ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ അത് അത്രയും ടൈറ്റായി കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സമയം നമുക്ക് വേണം. നമ്മൾ ഒട്ടിച്ച് ഉടനെ കൊടുത്തു വിടാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ സമയം നമുക്ക് തരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഈ 1 മണിക്കൂർ ധാരാളമാണ്. ഏറ്റവും കൂടുതൽ സമയമാണ് അത് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ നമുക്ക് ചെക്ക് ചെയ്ത് ഒട്ടിച്ച് ആ ഗമ്മ് ഉണങ്ങിയതിന് ശേഷം പിന്നെയും നമുക്ക് ചെക്ക് ചെയ്ത് കസ്റ്റമറെ കൊടുക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സമയം കിട്ടുന്ന ഒരു കസ്റ്റമറാണ്. എന്തായാലും 1 മണിക്കൂർ ഒരു കസ്റ്റമർ നമുക്ക് തരും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫുള്ള് വർക്കും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതല്ലേ നല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കസ്റ്റമർ പോയിട്ട് തിരിച്ച് വന്നില്ലെങ്കിൽ അപ്പോൾ ആ ചെറുതായിട്ട് ഒട്ടിച്ച കണ്ടീഷനിൽ അവർ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് പിന്നെ അത് ഇളകിപ്പോവും, അങ്ങനെ ഇഷ്യൂ വരും. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് മാർക്ക് ആവുമല്ലേ. അപ്പോൾ മാക്സിമം ഒരു അരമണിക്കൂർ തരുന്ന കസ്റ്റമറുടെ അടുത്ത് ഇച്ചിരി കൂടി ടൈം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഈ സെല്ലോ ടോപ്പ് ഒട്ടിച്ച് റബ്ബർ ബാൻഡ് ഒട്ടിച്ചൊക്കെ കൊടുക്കുന്നത് എനിക്കത്ര താല്പര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കസ്റ്റമർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് ഒരു കാര്യവും വരരുത്. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്നത് ഇഷ്ടംപോലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ക്ലിയറായിട്ട്, എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് ഒന്നും വരത്തില്ല എന്നുള്ളത്. അത് വേണമെങ്കിൽ ഒന്നും കൂടി ഞാൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ കസ്റ്റമറിന് ഒരിക്കലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ തിരിച്ചു വരില്ല നമ്മുടെ അടുത്ത്. അപ്പോൾ ആ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇച്ചിരി സമയം കൂടി ചോദിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്ത് കൊടുക്കും വെച്ചാൽ അതായിരിക്കും നല്ലത്. ബൈ.